ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റോക്കിച്ചൻ. എനിക്കൊരു ആത്മദുഃഖമുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. എൻ്റെ ആത്മദുഃഖം കേട്ടിട്ട് അയ്യേ ഇവനിത് എന്തോത്തിൻ്റെ കേടാ എന്നൊന്നും ആരും വിചാരിക്കരുത്. ഇനി എൻ്റെ ആത്മദുഃഖത്തിലേക്ക് കടക്കാം. കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ആത്മദുഃഖം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ വീട്ടിൽ എനിക്കില്ല. ഓ പണ്ടാരം വന്ന് വിഷമിക്കണ്ട, ആമവാദത്തിനൊക്കെ ഇപ്പം ചികിത്സയുണ്ട്. ഇങ്ങനെയാണോ ഒരു രോഗിയോട് സംസാരിക്കുന്നത്? എന്തിനാ മമ്മി ഇങ്ങനെ മറച്ചു വെച്ച് ഡാഡിക്ക് ധൈര്യം കൊടുക്കുന്നത്? ഡാഡി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചത്തുപോകുമെന്ന് പറഞ്ഞാൽ പോലെ. ശൂലങ്ങള് കയറി പോയടി അകത്ത്. എന്നെ പണ്ടാരങ്ങൾ ഒറ്റയ്ക്കൊന്ന് വിടത്തുമില്ലല്ലോ. എന്തോ ഒരു ആത്മദുഃഖമാ ദൈവമേ ഇത്. നിന്നോടൊക്കെ ആരാടി പറഞ്ഞത് ഞാനൊരു രോഗിയാണ്? കാര്യങ്ങൾ വളച്ചൊടിച്ച് വഷളാക്കാൻ എന്റെ പെമ്മക്കളെ കഴിഞ്ഞേ ഉള്ളു ബാക്കിയുള്ളവർ. എന്തായാലും കാര്യം ഇത്രത്തോളമായി. എൻ്റെ പൊന്നുമക്കൾ ഒരു കാര്യം ചെയ്യുമോ? ഡാഡിയെ ഒരു 5 മിനിറ്റ് സമയം ഒറ്റയ്ക്കൊന്ന് വിടുവോ? അയ്യോ എൻ്റെ ദൈവമേ, ഇങ്ങനാണെങ്കിൽ ഞാൻ അപ്പുറത്തെ ഭവാനിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി പോവത്തേ ഉള്ളേ. ഈ സമയത്ത് നിങ്ങൾ ഏതാഗ്രഹവും ഈ പപ്പി സാധിച്ചു തരും. നിങ്ങൾക്ക് ഭവാനിയെ കാണണം, സംസാരിക്കണം, ഈ പപ്പി നടത്തി തരും. ഇനി എത്ര ദിവസം റോക്കിച്ച് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ? സത്യമായിട്ടും മാമവാദത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അല്ല, മമ്മി പറഞ്ഞു മരുന്നൊക്കെ ഉണ്ടെന്ന്, പക്ഷേ ഇല്ല. പാവം ഡാഡി. ഈ ഡാഡിക്ക് വേറെ അസുഖം വല്ല പിടിപ്പിച്ചാ പോരായിരുന്നോ? മരുന്നൊക്കെ ഉള്ള ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിടിച്ചു പോയില്ലേ. എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ ഇത്. ഉള്ള സമയെങ്കിലും നമുക്ക് ഡാഡിക്ക് ഇച്ചിരി സന്തോഷം കൊടുക്കാം. ഡാഡിക്ക് ഇച്ചിരി ചിക്കനൊക്കെ മേടിച്ചു തരാന് അമ്മച്ചോട് പറയുന്നുണ്ട് കേട്ടോ, സ്പെഷ്യലായിട്ട്. എന്റെ ഡാഡിക്ക് ബീഫാ ഇഷ്ടം. ഞാൻ അമ്മച്ചടുത്ത് പറഞ്ഞ് ബീഫ് മേടിച്ചു കൊടുത്തോളാം. ഓ പിന്നെ എന്റെ റോക്കിച്ചന്റെ ഇഷ്ടങ്ങൾ എനിക്ക് അറിയാവുന്നത്. എന്റെ റോക്കിച്ചിനെ മട്ടനാ ഇഷ്ടം. അമ്മച്ചോട് പറഞ്ഞിട്ട് ഞാൻ മട്ടൻ മേടിച്ച് റെഡിയാക്കി കൊടുത്തോളാം. ദൈവമേ, ഈ സ്നേഹം കണ്ടിട്ട് എന്റെ കണ്ണ് നിറയുന്നു. എന്തൊരു ഇറിറ്റേഷനായി ഇത്. ഇന്ന് മുതൽ ഞാൻ വെജിറ്റേറിയനാ. കണ്ടുകൂടി പിള്ളേരെ റോക്കിച്ചന്റെ മാറ്റം. ഇതെല്ലാം രോഗലക്ഷണങ്ങളാ. ഇറച്ചി എല്ലാം വെറുത്ത് പാവം, വിശപ്പെല്ലാം പോയി. ഇപ്പൊ വെജിറ്റേറിയനാ പോലെ. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ അറ്റാക്ക് വന്ന് ചാവും. 3 പേരും ഇനി വന്നേ. റോക്കിച്ചാനൊരു കാര്യം പറയാനുണ്ട്. നീയൊക്കെ കൂടി കൂടുതൽ വഷളാക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ആത്മദുഃഖം, അതായത് എൻ്റെ മനസ്സിലുള്ള ദുഃഖം, സ്വന്തം ദുഃഖം
അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തുറന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഭവാനിയം കൊണ്ട് ഒളിച്ചോടി എവിടെയെങ്കിലും പോയി സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ പോവായിരുന്നു ഈ റോക്കിച്ചായന്. അതാ വളച്ചൊടിച്ച് ഈ അസുര വിത്ത് ഇത്രയാക്കിയത്. നീയൊക്കെ കൂടി എപ്പോഴെങ്കിലും സ്വസ്ഥത സമാധാനം തന്നിട്ടുണ്ടോ എനിക്ക്? മടുത്ത്, ജീവിതം മടുത്ത് റോക്കിച്ചാൻ. ആഹാ, എന്നാലേ നിങ്ങൾ കാമവന്ന മരം ഞാൻ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ആകുമ്പോ നിങ്ങൾ എങ്ങും ഒളിച്ചോടി പോത്തില്ലല്ലേ, ഇവിടെ തന്നെ താഴ്ന്നു ഇറന്നോളൂല്ലോ.